സിനിമാ ലോകത്തെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ഒരുപാട് സിനിമകളാണ് OTTയിൽ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ആഴ്ചയും അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. മീശ, ഓടും കുതിര ചാടും കുതിര, പൊയ്യാമൊഴി, വേല, വൺസ് അപ്പോൺ എ ടൈം കള്ളൻ, തലവര, ഗെറ്റ് സെറ്റ് ബേബി, സയ്യാരെ, ഹൃദയപൂർവം, ബാന്ദ്ര, ലോക ഈ മാസം അവസാന വാരത്തോടുകൂടി നമ്മളിലേക്ക് എത്തുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. സിനിമ എടുക്കാൻ ആവശ്യമായത് 30 കോടി, സിനിമ OTTയിൽ വാങ്ങിയത് 40 കോടി. സിനിമ ഇപ്പോൾ തിയേറ്റർ കളക്ഷൻ 300 കോടി അടുത്തിരിക്കുകയാണ്. മീശ, ഷെയ്ൻ ടോം ജാക്കയുടെ ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ ഇതാ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 1 റിലീസ് ചെയ്ത ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ കാണാം. ഓടും കുതിര ചാടും കുതിര, ഈ സിനിമ തിയേറ്ററുകളിൽ വൻ ദുരന്തമാണ് സമ്മാനിച്ചത്. എന്നാലും ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡയറക്ടർ അൽത്താഫ് ആദ്യം ഡയറക്ട് ചെയ്ത ഞണ്ടുകളുടെ നാട് അതൊരു മനോഹർ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഓവർ ഹൈപ്പും ഉണ്ടായിരുന്നു. കൂടെ വലിയ ചിത്രങ്ങൾ കൂടി വന്നതിനാൽ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു സമ്മാനിച്ചത്. പൊയ്യാമൊഴി, ജാഫർ ഇടുക്കി പ്രധാന കഥാപാത്രമായ ഈ സിനിമ ഈ വ്യാഴാഴ്ച OTTയിൽ എത്തിയിരിക്കുകയാണ്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തത്. വേല, വരുമെന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വേല ഇപ്പോൾ ആമസോൺ പ്രൈം സിനിമ ഏറ്റെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ എന്ന പോസ്റ്ററുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്നാലും ഈ മാസം റിലീസ് ചെയ്യുന്നതിൽ സംശയമുണ്ട്. തിയേറ്ററിൽ താരതമ്യേന നല്ല അഭിപ്രായം നേടിയ സിനിമ, എന്നിട്ടും OTTയിൽ റിലീസ് വൈകിയാണ്. വൺസ് അപ്പോൺ എ ടൈം കള്ളൻ, 10 വർഷത്തിനു ശേഷം ഈ കോമഡി ചിത്രം ഇപ്പോൾ OTTയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ശ്രീനാഥ് ബാസി, ടിനി ടോം, കോട്ടയം നസീർ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമ ഇപ്പോഴാണ് OTTയിൽ റിലീസ് ചെയ്തത്. തലവര, ഈ സിനിമ ഓണത്തിന്റെ വലിയ സിനിമകളുടെ ഇടയിൽ പട്ടുപരാജയപ്പെട്ടു പോയതാണ്. സിനിമ OTTയിൽ എത്തുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മാസം 20 മുൻപ് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. മറക്കാതെ കാണേണ്ട സിനിമയിൽ ഒന്നാമത് അർജുൻ അശോകന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. ഗെറ്റ് സെറ്റ് ബേബി, ഈ സിനിമ ഒരുപാട് കാലമായി മനോരമ മാക്സ് OTTയിൽ എത്തിക്കുമെന്നുള്ളത് ഒരുപാട് കാലം മുൻപ് തന്നെ കമ്മിങ് സൂൺ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതാണ്. എന്നാൽ ചിത്രം ഇപ്പോഴും OTTയിൽ എത്തിയിട്ടില്ല. എന്നാൽ അതിനു പിന്നിൽ വന്ന ഒരുപാട് സിനിമകൾ തിയേറ്റർ കഴിഞ്ഞ് OTTയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മനോരമയുടെ ഭാഗത്തു നിന്നും സന്തോഷ വാർത്തയാണ് എത്തുന്നത്. ചിത്രം വൈകാതെ തന്നെ OTTയിൽ എത്തും. സയ്യാരെ, ഈ ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായതാണ്. ഇപ്പോൾ ഇതാ തിയേറ്റർ കഴിഞ്ഞ് OTTയിൽ എത്തിയിരിക്കുകയാണ്. ഈ റൊമാന്റിക് സിനിമ മിസ് ചെയ്യരുത്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഹൃദയപൂർവം, ലാലേട്ടന്റെ ഹൃദയപൂർവം ഈ മാസം 28 ജിയോ ഹോട്ട്സ്റ്റാറിൽ എത്തുന്നു. മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു. 60 കോടിക്ക് മുകളിലാണ് തിയേറ്ററിൽ കളക്ഷൻ നേടിയത്. ബാന്ദ്ര, ദിലീപേട്ടനെ OTTയിൽ ഇറങ്ങാതെ പെട്ടിയിൽ കിടക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബാന്ദ്ര. ഇപ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും സന്തോഷ വാർത്തയാണ് വരുന്നത്. ആമസോൺ പ്രൈം വഴി സിനിമ ഇപ്പോൾ OTTയിൽ എത്താനൊരുങ്ങുകയാണ്. കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായി.